എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊരു ഉത്സവവും കാര്യങ്ങളും വരുന്നുണ്ട്. ആ സമയത്ത് എനിക്കൊരു സാരി വേണം. കാരണം ഞാൻ വിചാരിച്ചു എല്ലാവരും ഞാൻ സാരി എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എളുപ്പത്തിന് ഒരു സൽവാറോ കുർത്തി ഇട്ടുകൊണ്ട് പോകുന്നത് ശരിയല്ലോ. അപ്പം എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും റഫ് യൂസ് ആണ്. ഓബിയസ്ലി എനിക്ക് വൈകിട്ട് തൊട്ട് ഉടുത്ത് നിൽക്കാനാണ്, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. പിന്നെ എനിക്കൊരു പൊട്ട് വെച്ച് പൂവൊക്കെ വെക്കാനൊരു വൈബിലാണ് എനിക്ക് സാരി വേണ്ടത്. ഹെവി ആയിട്ടുള്ള സാരി വേണ്ട, കാരണം കുഞ്ഞുങ്ങൾ 2 പേരും ഉള്ളതുകൊണ്ട് അവന്മാരുടെ പുറകെ ഞാൻ ഓടണം, സാരി ഊരിപ്പോവും. അതുകൊണ്ട് എനിക്ക് വലിയ ബഡ്ജറ്റിലൊന്നും പോകണ്ട. കാരണം ഉത്സവത്തിന് കൊടുത്തുകൊണ്ട് പോകുമ്പോൾ ആരും 10,000 രൂപയൊന്നും കൊടുക്കില്ലല്ലോ. എനിക്ക് ബഡ്ജറ്റ് ഓറിയൻറ്റ് തന്നെ വേണം. ഇതാണ് സംഭവം. അപ്പം എല്ലാ പ്രാവശ്യവും ഏറ്റവും കൂടുതൽ കസ്റ്റമർ പുകഴ്ത്തി പറഞ്ഞ സ്റ്റാഫും ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞ സ്റ്റാഫും ഇവർ രണ്ടുമാണ്. എൻ്റെ അടുത്ത് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു, അയ്യോ നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു ആരോമൽ കുഞ്ഞാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇനി ഞാൻ ആ ഷോപ്പിൽ കയറണമെങ്കിൽ സുരിതര കൺവെട്ടമോ സൈനബയോ കാണാൻ പാടില്ലെന്ന് പറഞ്ഞ കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്ക് ഇതുവരെ ഞാൻ ഇതാണ് തീം എന്ന് പറഞ്ഞിട്ടില്ല. വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവർ കാര്യമാണ്. അപ്പോൾ ഒരു കസ്റ്റമർ എന്നുള്ള രീതിക്ക് ചേച്ചിയും സൈനബയും എനിക്ക് സാരി കാണിച്ചു തരണം, എനിക്ക് വെച്ച് നോക്കണം, ഇഷ്ടമാണെങ്കിലും ഞാൻ ഇഷ്ടമെന്ന് പറയത്തുള്ളൂ എന്നും പറഞ്ഞ് കസ്റ്റമറെ തെറി വിളിക്കുന്നവരെ ചേച്ചി വിളിക്കരുത്, മനസ്സിലല്ലേ? കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ നാഗവലേക്ക് കയറും, എന്നടി ഞാൻ ഇത്രയും സാരി കാണിച്ചു നിനക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊന്നും ചോദിക്കരുത്. അതാണ്. അപ്പോൾ ഇതാണ് സാധനം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. കാരണം ഉത്സവത്തിന് കൊടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും 16,000 രൂപയുടെയൊക്കെ സാരി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താണത്? അതല്ല, എനിക്ക് ഭയങ്കര റഫ് യൂസാണ് ചേച്ചി. കാരണം അവിടെ പോയിട്ട് 2 ചെക്കന്മാരുണ്ട് എനിക്ക്, അവന്മാരൊക്കെ ഫുഡും കൊടുക്കണം, ഉത്സവവും കാണണം, സാരി എടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ ഇതാണ് കാര്യം. സൈനു തുടങ്ങുക. സൈനു അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മിക്കവാറും വീഡിയോ മുഴുവൻ തീരുന്ന എങ്ങനെയാന്ന് കേട്ടെ, ഈ നന്ദനത്തിലൊരു പരിപാടിയില്ലേ, ഞാൻ വെള്ളം കോരിയെന്ന് വിചാരിക്കാം, നീ ആ അടുപ്പ് കത്തിച്ചേ, അപ്പൊ അടുത്ത പറയും ഞാൻ അടുപ്പ് കത്തിച്ചു എന്ന് വിചാരിക്കാം, നീ വെള്ളം വെക്കാം, അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സൈനു പെട്ടെന്ന്, എനിക്ക് സമയമില്ല കേട്ടോ, എനിക്ക് അത് കഴിഞ്ഞ് അടുത്ത പരിപാടിക്ക് പോകണം. ഞാൻ 8 മണിക്ക്. അപ്പം സൈനു കാണിക്കുന്നില്ലേ? ഇതാണ് കസ്റ്റമർ സർവീസ്. ഞാൻ പറയില്ലേ, കസ്റ്റമർ സർവീസ് വളരെ മോശം. ഇതൊക്കെ കൊടുത്ത് ഞാൻ അവിടെ പോകുന്നത്, എനിക്ക് ടിഷ്യൂ സാരി ഒന്നും വേണ്ടേ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിലും നമ്മൾ കല്യാണത്തിനൊക്കെ ഓക്കെ. ഞാൻ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും മറ്റേ 6-ാം തമ്പുരാനിലെ മഞ്ജു വാര്യറായിരിക്കും ഞാൻ. ഇത് വേണ്ട, എനിക്ക് ഇങ്ങനെ വേണ്ട. എനിക്ക് കുറച്ചും കൂടി ഇതൊക്കെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാലോ ഭഗവതിയെ മാറ്റിയിട്ട് ഞാനവിടെ ഇരിക്കുന്നു. ടിഷ്യൂ സാരിയോ? ഇത് കല്യാണത്തിനാണെങ്കിൽ ഓക്കെ, ഞാൻ അത്ര ഓർണമെന്റ്സ് പറ്റും. എനിക്കിത് ഇഷ്ടമായില്ല. അല്ല, എന്റെ ടേസ്റ്റ് അല്ല. ചന്തേരി ഓക്കെയാണ്. ഇതൊക്കെ ഏത് ബഡ്ജറ്റിലാണ് എനിക്കറിയാം. 3,600 ബഡ്ജറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്, സൈനബയുടെ സാലറി കട്ട് ചെയ്തേക്കണം. ഇതാണ് കസ്റ്റമേഴ്സ് തെറിവിളിക്കുന്നത്, മനസ്സിലല്ലേ? സാരി കാണിക്കാൻ പറഞ്ഞാൽ സൈനബ ഒരു മൂലയ്ക്ക് ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? എനിക്ക് ഹീൽസ് ഇടണ്ട, മനസ്സിലായോ? കാരണം ഞാൻ പറഞ്ഞില്ല, കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കാനുണ്ട് ചേച്ചി ഇതിനിടയ്ക്ക്, പിന്നെ കുറച്ച് നടക്കാനുണ്ടാവും. അപ്പോൾ ഹീൽസൊക്കെ ഇട്ട് നടക്കാനുള്ള പ്ലാൻ ഇല്ല. അവനെ എടുത്ത് വെക്കുമ്പോൾ എൻ്റെ നടു പള്ളിപ്പുറത്ത് പോകും. അതുകൊണ്ട് ഹീൽസ് വേണ്ട. എനിക്ക് ഹീൽസ് ഇടാണ്ടൊരു സാരി വേണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നെ തന്നെ കരിവാരി പൂശുന്ന ഒരു നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു സ്റ്റാഫ് അവിടെ തന്നെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. 2 സാരി കാണിച്ചിട്ടുള്ളൂ. കസ്റ്റമറിന്റെ അടുത്താണ് ചേച്ചി ചോദിക്കുന്നത് ആസാം സിൽക്ക് എടുക്കട്ടെ. ആസാം സിൽക്ക് കസ്റ്റമറിന് എങ്ങനെ അറിയാം ചേച്ചി ആസാം സിൽക്ക് ആണെന്നുള്ളതൊക്കെ? ഇത് ഓക്കെ, എനിക്കിത് ഇഷ്ടമായി. പക്ഷേ ഷെയ്ഡ് എനിക്ക് ഓക്കെ. പക്ഷെ എല്ലാവരും ചന്ദന കളർ ആയിരിക്കും എടുത്തോണ്ട് വരുന്നത്. സൈൻ ഓടി. ഇത് കുറച്ച് കുഴപ്പമില്ല കേട്ടോ. ചന്ദന കളർ ചിലപ്പോഴായിരിക്കും നമ്മുടെ കേരള സാരി എങ്ങനെ പോലും ചന്ദന കളർ ആണല്ലോ. വേറെ ഒന്ന് കാണിച്ചല്ലോ, ഇത് ഞാൻ വെച്ച് നോക്കട്ടെ. ഇത് എനിക്ക് ആക്ച്വലി ഇഷ്ടമായി. കാരണം ഫ്ലോയി ഫാബ്രിക് ആയതുകൊണ്ട് ഹീൽസിൻ്റെ ആവശ്യമൊന്നുമില്ല. കോൺട്രാസ്റ്റ്. എനിക്ക് ബ്ലൗസ് എന്തായാലും സ്ലീവ് വെച്ച് തന്നെ വേണം. അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് എനിക്ക് എന്തായാലും വിത്ത് സ്ലീവ് ആയിട്ടുള്ള ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള പ്ലാനാണ് എനിക്ക്. ഇത് എനിക്ക് കുഴപ്പമില്ല, കാണാത്ത കളർ ഷെയ്ഡല്ല. അതുകൊണ്ട് എനിക്ക് അത് കുറച്ചും കൂടി ഇഷ്ടമാണ് കേട്ടോ. എനിക്കൊന്ന് കോൺട്രാസ്റ്റിനെക്കാട്ടും സിംഗിൾ ഷെയ്ഡ് ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. നോക്കട്ടെ, ഇതിൻ്റെ കോസ്റ്റ് എത്രയായിരുന്നു? എനിക്കിതാ വേണ്ട. ഈ 2,000 താഴെ മതി. വലിയ ആഡംബരമായിട്ടും തോന്നുന്നില്ല. എനിക്ക് ഇത്രയേ ഉള്ളൂ ചേച്ചി. എനിക്ക് അവിടെ അമ്പലത്തിലൊക്കെ പോകുമ്പോഴേ നമ്മുടെ മെയിൻ പർപ്പസ് അമ്പലം ആണല്ലോ. അപ്പോൾ എനിക്കത് 10 പേര് സാരി എടുത്ത് പോകണം, നല്ല രസമായിട്ട് നല്ല ഐശ്വര്യത്തോടെ സാരി കൊടുത്ത് പോകാനുള്ള പ്ലാൻ, പൊട്ടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ പോകാനായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ ഭയങ്കര ഡ്രസ്സി ആയിട്ട് തോന്നിയാൽ വേണ്ട.
ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തിടാം. ഈ കോമ്പിനേഷൻ ഏതാണ് പീച്ചും കൊള്ളാം. ഇതെനിക്ക് ഇഷ്ടമാണ്. ഈ ഫാബ്രിക് എനിക്ക് ഇഷ്ടമാവുന്നുണ്ട്. ചെറിയ ബോർഡർ, ഹീൽസ് വേണ്ട, ഒഴുകി കിടക്കുന്നുണ്ട്. അതിനൊക്കെ കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് നടക്കുമ്പോഴും വലിയ പ്രശ്നമില്ല. ഇതെനിക്ക് ഇത് സൈഡിൽ വെച്ചിട്ട് എനിക്ക് സെമി സിൽക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. സൈനു സെമി സിൽക്കിൽ ഒരു 4-5 ഷെയ്ഡ്സ് തന്നെ. സൈനു ഓടി. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും പറ്റുന്നതാ. പക്ഷെ ഭയങ്കര അടുത്ത് നിൽക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മളൊരു അമ്പലത്തിലൊക്കെ പോകുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഡ്രസ്സ് ചെയ്ത് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കല്യാണം കാര്യങ്ങളൊക്കെ 10 ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് പോകാം. അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ രസമായിട്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിലും ഭയങ്കര എടുത്ത് നിൽക്കണ്ട എനിക്ക്. ഇത്രയും ആൾക്കാരൊക്കെ വരുന്നതല്ലേ, അപ്പോൾ നമ്മൾ ഈ ഫുൾ ഒരുങ്ങി പേർപ്പസ് സെർവ് ചെയ്യുന്നില്ലാന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഷെയ്ഡ് വൈസ് കല്യാണം ആണെങ്കിൽ ഞാൻ എടുത്തു. എനിക്ക് ഈ ഷെയ്ഡ് ഇഷ്ടമായി. 1500 ഹീൽസ് ഇല്ലാണ്ട്. ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇതിന് ബ്ലൗസ് കോൺട്രാസ്റ്റ് ആണോ വെച്ചി? ബ്ലൗസ് ഇങ്ങനെയാണല്ലേ. എനിക്ക് ഈ ഷെയ്ഡ് ഇഷ്ടമായി. എനിക്ക് നേവി ബ്ലൂ കുഴപ്പമില്ല. ഇത് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ആയിട്ടോ എനിക്കിത് ഇഷ്ടമായി. എനിക്ക് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. എനിക്ക് ആ ഗ്രീൻ ഇത് തന്നെ ഇത് ഫാബ്രിക് ചെയ്ത സെമി. ഇതിൻ്റെ കോസ്റ്റ് എത്ര വെച്ച്? 2000 കിലോ. ഇത് പച്ചയ്ക്ക് ബ്ലൗസും കൂടി വെച്ച് തരാമോ? എനിക്ക് ഇത് നമുക്ക് ഹിന്ദുക്കൾക്കൊക്കെ അറിയാം. നമുക്ക് ഒരുവിധം അമ്പലം ഹിന്ദു വെഡ്ഡിങ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഗ്രീൻ പർപ്പിൾ കോമ്പിനേഷനൊക്കെ ഭയങ്കര ട്രഡീഷണൽ ആയിരിക്കും. എന്നാൽ നമുക്ക് കുറച്ചും കൂടി ഞാൻ പറഞ്ഞു ഭയങ്കര അയ്യോ പാവമായിട്ട് തോന്നുകയും ചെയ്യണം, എന്നാൽ ഭയങ്കര ഭംഗിയായിരിക്കണം എന്നൊക്കെ തോന്നുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡ്സാണ് ഡീപ്പർ ടോൺ സാരി. സത്യം പറഞ്ഞാൽ പേസ്റ്റിൽ എടുക്കുമ്പോൾ ആ ഭംഗി ഇല്ലെന്നല്ല, പക്ഷേ നമ്മൾ ഈ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ലൈറ്റും ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എന്തോ രസം ഉണ്ടാവില്ലേ. ബ്ലൗസും കൊള്ളാട്ടോ. എനിക്ക് എൻ്റെ അതേ ടേസ്റ്റാണ്. എനിക്ക് ബ്ലൗസിലൊക്കെ ഭയങ്കര വർക്ക് വരുന്ന ഇഷ്ടമല്ല. എനിക്ക് സാരിക്ക് പല്ലുമാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് സാരിയുടെ ബ്ലൗസ് ഒരിക്കലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ ബ്ലൗസ് മിക്കപ്പോഴും സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെയും എനിക്ക് ബ്ലൗസ് അത്ര ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറില്ല. എങ്ങനെ വേണോ ആയിക്കോട്ടെ പോട്ടെ ഞാൻ വിചാരിക്കും. എൻ്റെ കയ്യിലുള്ള ബ്ലൗസ് എന്തെങ്കിലും വിചാരിക്കും, ഞാൻ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അതുപോലെ ആ ഷെയ്ഡ് കൂടെ കാണിച്ചതെന്ന് വെച്ചിട്ട് സിംഗിൾ പർപ്പിൾ ഷെയ്ഡ്. ഇത് നമ്മുടെ സെമി സിൽക്ക് തന്നെയായിരുന്നു. ഇത് പക്ഷെ എടുത്തു കഴിഞ്ഞാണല്ലോ എന്താ നടക്കാൻ പോകുന്നത് പറഞ്ഞിട്ടെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും മറ്റേ ആരെങ്കിലും 6-ാം തമ്പുരാൻ്റെ ഡയലോഗ് അടിച്ച് നോക്കിയിരിക്കും. ഇതും ഭയങ്കര ട്രഡീഷണൽ കോമ്പിനേഷൻ. ഇതും ആ സിംഗിൾ ടോൺ സാരി വന്നേച്ചി. എനിക്ക് ഇതും എന്നെ സ്ഥിരം കാണുന്ന ആൾക്ക് അറിയായിരിക്കും. ഞാൻ എപ്പോഴും നരച്ച കളർ കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ 2 കുട്ടികളായി കഴിഞ്ഞപ്പോൾ എൻ്റെ തന്നെ ഇടി വെട്ടിയതുപോലെ ഞാനിപ്പോൾ മനഃപൂർവ്വം ഞാൻ ഡീപ്പർ ടോൺ സാരീസ് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാനൊക്കെ ഇനിയിപ്പം വയസ്സായി തുടങ്ങി നോക്കിക്കൂടെ പല്ലൊക്കെ വന്നോന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും. അപ്പോൾ ഞാനൊക്കെ ഈ പ്രായത്തിൽ മാത്രമേ ഇനി ഇങ്ങനെ കൊടുക്കാൻ പറ്റൂ, ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം കാരണം ചേച്ചി ബ്ലൗസും കൂടി വെച്ചാൽ ചേച്ചിൻ്റെ ഇത് 1600 ആണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് നല്ല കാണാപ്പടം പോലെ രൂപ 1600 ആണ്. പിന്നെ ഇപ്പോൾ പർപ്പിൾ ഭയങ്കര ഇന്നാണ്. ഇപ്പം നമ്മൾ മാത്രമല്ല, ഞാൻ കുറേ ബുട്ടിക്സിലെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോഴേക്കും മിക്കവരും ഇപ്പോൾ പർപ്പിൾ എടുത്താണ് വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോൾ എല്ലാവർക്കും ആ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വേണമെങ്കിൽ ഒട്ടും മോശമില്ലാത്ത രീതിക്ക് ഇതും കൊള്ളാട്ടോ, നല്ല രസമുണ്ട് ഇത്. അപ്പോൾ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡും ഈ ഗ്രീൻ ആൻഡ് പേർപ്പിളും എനിക്ക് ഇഷ്ടമായി. എനിക്ക് റെഡ് ഇഷ്ടമായില്ലെന്നല്ല, പക്ഷെ റെഡ് ഭയങ്കരമായിട്ടും ഇതായി പോവോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പം ഏതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്തുതരാം. അപ്പോൾ ബൈ.